ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് തിരുവചനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നാം കഴിഞ്ഞ പല അവസരങ്ങളിലായിട്ട് ചിന്തിച്ചു വന്ന ഒരു വിഷയമാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ തീമോത്തേസിന് എഴുതിയ 1-ാമത്തെ ലേഖനം, അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ ക്രേത്തയിലെ ബിഷപ്പായ തീമോത്തിയോസിനോട് ഒരാജ്ഞ കൊടുക്കുകയാണ്. ഒരാജ്ഞ എന്താണ്? നീ എഫേസൂസിൽ തന്നെ താമസിക്കണം. നീ എഫേസൂസിൽ തന്നെ കുറച്ച് നാൾ കൂടി താമസിക്കണം. അവിടെ ആ ജനത്തിന് ദൈവസ്നേഹം നീ അനുഭവവേദ്യമാക്കി കൊടുക്കണം. ആ ദൈവസ്നേഹം അവർ ശരിയായി അനുഭവിക്കണം. അവരെല്ലാം ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു വന്നതായ ദൈവമക്കളാണ്. ശരിക്കും പറഞ്ഞാൽ അവർ നല്ല ഉണർവുള്ളവരാണ്, ദൈവത്തെ അറിഞ്ഞവരാണ്. പക്ഷേ ആ ഒരു കേവലം ആരംഭത്തിങ്കിൽ തന്നെ നിൽക്കാതെ അവരൊന്നുകൂടി വളരണം, ആത്മാവിൽ വളരണം. അതിനെന്താ വേണ്ടത്? ദൈവസ്നേഹത്തിൽ നിറയണം. ദൈവസ്നേഹത്തിൽ നിറയണം. ദൈവസ്നേഹത്തിൽ നിറയണത് എങ്ങനെയാണ്? അത് 3 യോഗ്യതകൾ അവിടെ പറയുന്നുണ്ട്. ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം. ഈ നല്ല മനസാക്ഷി എന്നുള്ള വിഷയം നമ്മൾ ഏറെ നാൾ ചിന്തിച്ചു. ഇന്ന് നാം ശുദ്ധഹൃദയം എന്നുള്ളതായ ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ശുദ്ധഹൃദയം, ഒരു ശുദ്ധഹൃദയം വേണം, നല്ല മനസാക്ഷി വേണം, നിർവ്യാജമായ വിശ്വാസം വേണം. അവിടെയാണ് ദൈവസ്നേഹം അങ്കുരിക്കുകയുള്ളൂ, ദൈവസ്നേഹം ഉടലെടുക്കുകയുള്ളൂ. ദൈവസ്നേഹത്താൽ നിറയണമെങ്കിൽ ഒരു ശുദ്ധ ഹൃദയം വേണം. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സ്തോത്രം. ദൈവത്തെ കാണും. നാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴും നമുക്ക് ദൈവത്തെ കാണാം. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ നാം ആന്തരിക കണ്ണുകൾ തുറന്നു കിട്ടിയാൽ നമുക്ക് ദൈവത്തെ കാണാം, ദൈവസ്നേഹം കാണാം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കാണാം, പിതാവാൻ ദൈവത്തിൻ്റെ മഹത്വം കാണാം, പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ നടത്തിപ്പ് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ദൈവത്തെ കാണുക, അതിനൊരു ശുദ്ധ ഹൃദയമാണ് വേണ്ടത്. ശുദ്ധ ഹൃദയം. ആ ശുദ്ധ ഹൃദയം ദൈവത്തെ കാണാനിടയാക്കും. അതിവിടെ തന്നെയല്ല, ഈ ലോകം വിട്ട് പോയാലും നമ്മുടെ കർത്താവിനെ നാം നേരിട്ട് കാണും. നേരിൽ അവൻ്റെ മുഖം കാണും. കർത്താവിനെ പ്രത്യക്ഷമായി നേരിൽ അവൻ്റെ മുഖം കാണും. നാം കടന്നു പോകുമ്പോൾ ദൈവസന്നിധിയിൽ അങ്ങ് വിശുദ്ധന്മാരുടെ നിരയിലെത്തുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ മുഖം കാണും. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കാണണമെങ്കിൽ ഇന്ന് ഹൃദയശുദ്ധി പ്രാപിക്കണം. ഹൃദയശുദ്ധിയുള്ളവരാണ് ഭാഗ്യവാന്മാർ, അവരാണ് ദൈവത്തെ കാണുന്നത്. നാം ചിന്തിക്കണം, നമ്മുടെ ഹൃദയം ശുദ്ധമാണോ? ഇതെല്ലാം നാം അനേക പ്രാവശ്യം കേട്ടിട്ടുണ്ട്, നാം ഒരുപക്ഷെ നാം പ്രസംഗിച്ചിട്ടുണ്ട്. ദൈവത്തെ കാണുവാൻ തക്കവണ്ണതായ ഒരു ഹൃദയശുദ്ധി നമുക്കുണ്ടോ? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ദൈവ വചനത്തിൽ അനേകം തരത്തിലുള്ള ഹൃദയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അനേക ഹൃദയങ്ങൾ, തരത്തിലുള്ള ഹൃദയങ്ങൾ. കപടമുള്ള ഹൃദയമുണ്ട്, വഞ്ചനയുള്ള ഹൃദയമുണ്ട്, ഭിന്ന ഹൃദയമുണ്ട്, കാപട്യമുള്ള ഹൃദയമുണ്ട്, വഞ്ചിക്കപ്പെട്ട ഹൃദയമുണ്ട്. ഇതാ സൂത്രവും കൗശലവുമുള്ള കപട ഹൃദയങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പലതരത്തിലുള്ള ഹൃദയങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്. അതിലേക്കൊന്നും ഞാൻ വിശദമായിട്ട് കടക്കാനില്ല. ഒരു കാര്യം മാത്രമാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. ദൈവത്തെ കാണാനുള്ള ആ ഭാഗ്യം നാം സിദ്ധിക്കണമെങ്കിൽ നമുക്കൊരു ഹൃദയവിശുദ്ധി വേണം.
ആ വിശുദ്ധ ഹൃദയം എങ്ങനെ നമുക്ക് സംപ്രാപ്യമാക്കാം, എങ്ങനെ ശുദ്ധഹൃദയം പ്രാപിക്കാം, അതാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. ഒരു ശുദ്ധ ഹൃദയം, അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സങ്കീർത്തനം 51 സങ്കീർത്തനം നാം വായിക്കുമ്പോൾ അതിൻ്റെ 17 വാക്യം നമുക്കൊന്ന് വായിക്കാം. 51:17. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയം, ഒന്ന് തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയം, അതാണ് ശുദ്ധ ഹൃദയത്തിൻ്റെ ഒരു ലക്ഷണം. ശുദ്ധ ഹൃദയം പ്രാപിക്കണമെങ്കിൽ തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയം വേണം. പാപം നിറഞ്ഞിരിക്കുന്ന, അശുദ്ധി നിറഞ്ഞിരിക്കുന്ന, പകയും വിദ്വേഷവും നിറഞ്ഞിരിക്കുന്ന, പരസ്പരം ഭിന്നതകൾ നിറഞ്ഞിരിക്കുന്നതായ, ലോകത്തോട് പറ്റുമാനവും ലോകമനുഷ്യരോടുള്ള പറ്റുമാനവും സംപ്രീതിയും ആഗ്രഹിക്കുന്നതായ അപ്രകാരമുള്ള ഒരു ഹൃദയത്തിന്, പ്രിയപ്പെട്ടവരെ, അവിടെ തകർച്ച കിട്ടുകയില്ല. തകർന്ന ഹൃദയം വേണം. തകർന്ന ഹൃദയം വേണമെങ്കിൽ എന്ത് വേണം? ഈ തരത്തിലുള്ളതായ പ്രവണതകളും സ്വഭാവങ്ങളും എല്ലാം ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകണം. ഹൃദയത്തിൽ നിന്ന് എന്നേക്കുമായി നാം ഉപേക്ഷിക്കണം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ഹൃദയത്തിൽ, നമ്മുടെ ആളത്വത്തിൽ കടിച്ചു തൂങ്ങുന്നതായ പൈശാചിക പ്രവണതകളെല്ലാം, അത് അശുദ്ധിയാകട്ടെ, കോപമാവട്ടെ, വാശിയാകട്ടെ, പ്രിയപ്പെട്ടവരെ ലോകമയത്വമാവട്ടെ, അശുദ്ധിക്ക് വേണ്ടിയുള്ള ദാഹമാകട്ടെ, ലോകത്തിൽ ഒന്നാമനായി തീരണമെന്നുള്ള ആഗ്രഹമാകട്ടെ, പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ആ കടിച്ചു തൂങ്ങുന്നതായ ആ അട്ടകളെയെല്ലാം നാം അങ്ങ് കുടഞ്ഞ് എറിഞ്ഞു കളയണം. അതെല്ലാം ഹൃദയത്തിൽ നിന്ന് പോകണം. പോയാൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ ആ സ്വഭാവം നമുക്ക് കാണുവാൻ പറ്റുകയുള്ളൂ, ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റുകയുള്ളൂ, ഒരു ശുദ്ധ ഹൃദയം കിട്ടുകയുള്ളൂ. ശുദ്ധ ഹൃദയം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ ഹൃദയം എന്താണപ്പോൾ? ഈ പാപപ്രവണതകളെല്ലാം എന്നിൽ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് തകർന്ന ഹൃദയത്തോടെ, നുറുങ്ങിയ ഹൃദയത്തോടെ നാം ദൈവസന്നിധിയിലിരുന്ന് കർത്താവിൻ്റെ പൊന്നുപാദത്തിലിരുന്ന് നാം കരയണം. കർത്താവെ, നിൻ്റെ തിരുമുഖം കാണുന്നതിൽ നിന്ന് എന്നെ തടയുന്നതായ മഹാപാപങ്ങളെല്ലാം എന്നിൽ നിന്ന് ഉരുട്ടി മാറ്റിക്കളയണമേ. യേശുവേ, ഇതെല്ലാം എന്നിലുണ്ട്, പാപം നമ്മിൽ ഉണ്ടെന്ന് ഞാൻ സമ്മതിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾക്കെല്ലാം ഉള്ള വലിയൊരു ബലഹീനത, നമ്മെ മുറുകെ പറ്റുന്ന പാപങ്ങൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു തന്നാൽ പോലും അത് ഉണ്ടെന്ന് അംഗീകരിക്കാനുള്ള ആ താഴ്മ, വിനയം നമുക്കില്ലാതെ പോകുന്നു. അത് ആര് പറഞ്ഞാലും നാം അതിനെ ഒന്ന് അപ്പോൾ തന്നെ ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ധിക്കരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ സംശയങ്ങൾ, ചോദ്യങ്ങൾ ഉണരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് വാദിക്കുമ്പോൾ, ദൈവമേ, ഈ സ്വഭാവമെല്ലാം എന്നിലുണ്ടല്ലോ, ഈ ദുഷ്പ്രവണതകൾ എന്നിലുണ്ടല്ലോ, ഞാനൊരു ഭക്തനായിട്ട് അഭിനയിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വിളങ്ങുമ്പോഴും എൻ്റെ ഉള്ളിൽ അശുദ്ധിയുടെ വേരുകൾ കിടപ്പുണ്ടല്ലോ. ഒന്നും മറച്ചിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ, ഒന്നും മറച്ചിട്ട് കാര്യമില്ല. നമ്മുടെ അറിവ് കൂടാതെ തന്നെ അശുദ്ധിയുടെ വേരുകൾ പൊങ്ങി വരുന്നു. പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് നമുക്ക് ഇഷ്ടമില്ലാത്ത സാഹചര്യം വരുമ്പോൾ നാം വിറഞ്ഞു കോപിക്കുന്നു. എന്തുകൊണ്ടാണ്? ആ കോപത്തിൻ്റെ ദുരാത്മാവ്, ആ കൊലപാതകത്തിൻ്റെ ദുരാത്മാവ് നമ്മിൽ കിടക്കുന്നു. അതുകൊണ്ടാണ്, ആ പ്രവണത ഉള്ളതുകൊണ്ടാണ് കോപിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, ഈ കോപം എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനം അശുദ്ധിയാണെന്ന്, അതിൻ്റെ വേര് അശുദ്ധിയാണെന്ന്. അശുദ്ധിയുടെ വ്യാപാരം ഉള്ളതുകൊണ്ടാണ് നാം ഉറഞ്ഞു കോപിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവണതകൾ എന്നിലുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ദൈവം നമുക്ക് ബോധ്യമാക്കി തരുന്നു. അപ്പോൾ നമുക്ക് ഈ സത്യവചനം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വചനം, ഈ ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൽ കൂടെ കഴിഞ്ഞ 50 വർഷത്തിലേറെയായി ബഹുമാനപ്പെട്ട യോഹന്നാൻ സാറിൽ കൂടി നമുക്ക് ലഭിച്ചിട്ടും, പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ആ പ്രവണതകൾ ഉണ്ടെന്ന് സമ്മതിക്കുവാനോ അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനോ, കർത്താവിൻ്റെ പാദത്തിൽ കണ്ണീരോടെ ഇരുന്ന് കരഞ്ഞതെല്ലാം അതേ കർത്താവേ എന്ന് പറഞ്ഞ് എല്ലാം ഓരോന്നോരോന്ന് ആ ക്രൂശൻ ചുവട്ടിൽ സമർപ്പിച്ചിട്ട്, പ്രിയപ്പെട്ടവരെ, ആ തങ്ക് പൊട്ടി ഒഴിയ തിരുരക്തത്താൽ കഴുകൽ പ്രാപിക്കാനുള്ള ഒരു വാഞ്ചയും ദാഹവും നമുക്കുണ്ടോ? ദൈവത്തിന് സ്തോത്രം. വിശുദ്ധി പ്രാപിക്കാനുള്ള ദാഹം നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം ഭാഗ്യശാലികളായി. ദൈവത്തിന് സ്തോത്രം. എനിക്ക് അറ്റ് എനി കോസ്റ്റ് എനിക്ക് സ്വർഗം രാജ്യത്തിലെത്തണം, എനിക്ക് കർത്താവിൻ്റെ സന്നിധിയിലെത്തണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ ഒരു വാഞ്ച നമുക്കുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കാനുണ്ട്. പരിശുദ്ധാത്മാവ് നമുക്ക് ഭാവബോധം തന്നുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ആരും പരിശുദ്ധാത്മാവ് നിറവ് പ്രാപിച്ച ഒരു പെർഫെക്റ്റായി എന്ന് പറയാൻ ഒരു മനുഷ്യൻ പോലും ഇല്ല.
എത്ര ഉന്നതനാണെങ്കിലും വചനം പറയുന്നവരാണെങ്കിലും പ്രിയപ്പെട്ടവരെ കൂട്ടായ്മ നടത്തുന്നവരാണെങ്കിലും ഒരു പെർഫെക്ഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? എല്ലാ പ്രിയപ്പെട്ടവരെ, ആത്മനിറവെന്ന് പറയുന്നത് പെർഫെക്ഷൻ അല്ല. ആത്മനിറവെന്ന് പറയുന്നത് ആത്മാവിന് വേണ്ടിയുള്ള ദാഹമാണ്. ആത്മാവിന് വേണ്ടി എന്നും മരണം വരെയും ദാഹിച്ചുകൊണ്ടിരിക്കുക. അവർക്കാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അല്ലാതെ ഞാനൊന്ന് മാനസാന്തരപ്പെട്ടു എല്ലാം തികഞ്ഞു എന്ന് പറഞ്ഞ് നാം ആത്മനിറവുള്ളവരാണെന്ന് ഒരിക്കലും നാം അഭിമാനിക്കേണ്ട ആവശ്യമില്ല. അത് ശരിയല്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നും വിശുദ്ധിക്ക് വേണ്ടി ദാഹിക്കുന്നതാണ്. അത് സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നതാണ്. ദൈവസ്നേഹത്താൽ നിറയുന്നതിന് വേണ്ടി നമ്മെ പ്രാപ്തരാക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അനുദിനം നാം ആത്മാവിൽ വളരുകയാണ്. മരണം വരെയും ഈ പ്രക്രിയ തുടരണം. മരണം വരെയും ഈ ശുദ്ധീകരണ പ്രക്രിയ തുടരണം. അതാണ് ആത്മനിറവിൻ്റെ ലക്ഷണം. പ്രിയപ്പെട്ടവരെ, ആരും പെർഫെക്റ്റ് അല്ല. കർത്താവായ യേശുക്രിസ്തു ഒഴികെ ഈ ഭൂമിയിൽ ജീവിച്ചവരാരും ആരും പെർഫെക്റ്റ് ആയിട്ടില്ല. എല്ലാം തികഞ്ഞു എന്ന് പറയാൻ ഒരു മനുഷ്യനും ഇല്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഈ അരിഷ്ടത നമ്മുടെ സഭയുടെ പിതാക്കന്മാരെല്ലാം അനുഭവിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് പിതാക്കന്മാർ പ്രാർത്ഥിച്ചത്. എന്താണെന്നറിയാമോ? വളരെ സന്ധ്യാപ്രാർത്ഥനയിൽ എല്ലാ ദിവസവും ചൊല്ലുന്നതായൊരു പ്രാർത്ഥനയുണ്ട്. സഭയുടെ പൂർവിക പുണ്യപിതാക്കന്മാർ എഴുതി വെച്ചതും നാം പലപ്പോഴും ചൊല്ലുന്നതുമായ, നാം പലപ്പോഴും പ്രാർത്ഥിക്കുന്നതുമായ പ്രാർത്ഥന എന്താണ്? പരമാർത്ഥികളെ സ്നേഹിക്കുന്ന നിർമ്മലനായിരിക്കുന്ന ദൈവമായ കർത്താവേ, പരമാർത്ഥികളെ സ്നേഹിക്കുന്ന നിർമ്മലനായിരിക്കുന്ന ദൈവമായ കർത്താവേ, ഞങ്ങൾക്കെല്ലായ്പ്പോഴും നിർമ്മല ഹൃദയത്തെ തരയണമേ. നിനക്കിഷ്ടമില്ലാത്ത വ്യർത്ഥവിചാരങ്ങളെയും ദുശ്ചിന്തകളെയും ഞങ്ങൾ നീക്കിക്കളയണമേ. കർത്താവേ, കള്ളനെ തുറന്നു കൊടുത്ത പ്രകാരം നിൻ്റെ കരുണയുടെ വാതിൽ ഞങ്ങൾക്ക് തുറന്നു തരയണമേ. ചുങ്കക്കാരൻ്റെയും പാപിയായ സ്ത്രീയുടെ അനുതാപത്തെ കൈക്കൊണ്ടതുപോലെ ഞങ്ങളുടെ അനുതാപത്തെയും കൈക്കൊള്ളണമേ. മാനസാന്തരപ്പെട്ട് തൻ്റെ അടുക്കിലേക്ക് വരുന്ന അനുതാപക്കാരിൽ പ്രീതിപ്പെടുന്നവനായ കരുണാപൂർണനായിരിക്കുന്ന കർത്താവേ, നിന്നെ ഉപേക്ഷിച്ച് പറഞ്ഞതിന് ശേഷവും ശിമോൻ പത്രോസിനെ നീ പുണ്യപ്പെടുത്തിയ പ്രകാരം, നീ ശുദ്ധീകരിച്ച പ്രകാരം ഞങ്ങളുടെ കടങ്ങളെയും പാപങ്ങളെയും നീ പരിഹരിച്ച് പുണ്യപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങൾ പാപികളാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അതാണ് പ്രാർത്ഥന. ദൈവസന്നിധിയിലിരുന്ന് പ്രിയപ്പെട്ടവരെ, എന്തിനാണ് പിതാക്കന്മാരതൊക്കെ എഴുതി വെച്ചത്? എത്ര പേര് ആത്മാർത്ഥതയോടെ എന്നിൽ ഈ പാവമുണ്ടെന്ന് അംഗീകരിച്ചുകൊണ്ട് എത്ര പേര് ഹൃദയം നൊന്ത് കരഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. സഭയുടെ കുഴപ്പമൊന്നുമല്ല, സഭയിലെ എല്ലാ ക്രമീകരണവും ഉണ്ട്. നാം ആത്മാവിൽ അത് അനുഭവിച്ച് അതിൻ്റെ ശരിയായ ട്രൂ സ്പിരിറ്റിൽ, ശരിയായ ആത്മാവിൽ അത് അനുഭവിക്കാത്തതാണ് നമ്മുടെ കുഴപ്പം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. എത്ര മനോഹരമായ പ്രാർത്ഥനയാണ്. മാത്രമല്ല, പിതാക്കന്മാർ സൂത്താറ പ്രാർത്ഥനയിൽ ചൊല്ലി, ദൈവമേ, എൻ്റെ പാപങ്ങളെ ഓർത്ത് ഞാൻ ഞെട്ടിപ്പോകുന്നു, ഞാൻ ഭയപ്പെട്ടു പോകുന്നു. പിതാക്കന്മാർക്ക് പാപത്തെ ഓർത്ത് ഞെട്ടുന്നവരായിരുന്നു അത്. പ്രിയപ്പെട്ടവർ, ഇന്ന് എത്ര പേർക്കുണ്ട് ഈ പാപത്തെ ഓർത്തുള്ള ഞെട്ടൽ? എന്താണ് അതിന് കാരണം? ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഞാൻ ഭയപ്പെട്ടു പോകുന്നു, ഞാൻ അഞ്ചുന്നേൻ, ഞാൻ പേടിക്കുന്നു. കർത്താവേ, ഞാൻ അഞ്ചുന്നൻ. എന്താണ് എൻ്റെ കടം? ഞാൻ അഞ്ചുന്നൻ കടം. പ്രിയപ്പെട്ടവരെ, ഞാൻ അഞ്ചുന്നൻ പാപത്താൽ, എൻ്റെ പാപം മൂലം പരിശുദ്ധന്മാർക്കായി കർത്താവേ നീ കാത്തു വച്ചിരിക്കുന്നതായ ആ മോദപ്പൂങ്കാവ്, പർദീസ, സ്വർഗീയ ഉദ്യാനം, ആ മോദപ്പൂങ്കാവിൽ ഞാൻ പ്രവേശിക്കാതിരിക്കേണ്ടതിന് ദൈവമേ, എൻ്റെ പാപം വേലി പോലെ തടുക്കുന്നു. എൻ്റെ പാപം എന്നെ തടുത്തുകൊണ്ടിരിക്കുന്നു. ആരാ ചൊല്ലിയത്? വിശുദ്ധരായ പൂർവീയ പിതാക്കന്മാർ. അവർക്കറിയാമായിരുന്നു ഞങ്ങൾ ഭാവികൾ തന്നെയാണെന്ന്. ദൈവത്തിന് സ്തോത്രം. തങ്ങളുടെ ബലഹീനത അവർ ദൈവസന്നിധിയിൽ സമ്മതിക്കുകയാണ്, ഏറ്റുപറയുകയാണ്. അത് വിശ്വാസികളെ കൊണ്ട് അവർ ഏറ്റുപറയിക്കുകയാണ്. ഞാൻ അഞ്ചുന്നൻ പാപത്താൽ ശുദ്ധർക്കേകും മോദപ്പൂങ്കാവിൽ വേലിക്കൊപ്പം നേർക്കുന്നൻ എന്നെ എതിർക്കുന്നു, എന്നെ തടയുന്നു. വേലിക്കൊപ്പം നേർക്കുന്നു എൻ കടങ്ങൾ. കർത്താവേ, അത് ഓർത്തെനിക്ക് ഭയമുണ്ട്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം കർത്താവേ? എന്നെ നീ രക്ഷിക്കണം. ഈ പാപത്തിൽ നിന്ന് രക്ഷിക്കണം. എന്നെ തടയുന്ന പാപത്തിൽ നിന്ന് രക്ഷിക്കണം. രക്ഷിച്ചെന്നെ നരകത്തിൽ നിന്ന്. ഈ പാവഫലമായി ഞാൻ എവിടെയാണ് പോകാനിരിക്കുന്നത്? നരകത്തിലേക്കാണ്. ഈ പാവം വെച്ചുകൊണ്ട് ഞാൻ ഇന്ന് കണ്ണടച്ചാൽ സത്യമായി ഞാൻ നരകത്തിലേക്ക് പോകും. കർത്താവെ, രക്ഷിച്ചെന്നെ നരകത്തിൽ നിന്ന്
ഏകുക വാസം തിരുഹിതമാം സ്ഥാനെ. നിനക്കിഷ്ടമായ സ്ഥലത്ത്, നീ പ്രസാദിക്കുന്ന സ്വർഗീയ ഉദ്യാനത്തിൽ എനിക്കവിടെ സ്ഥാനം തരണമേ, എന്നെ അവിടെ ഇരുത്തണമേ എന്നാണ് പിതാക്കന്മാർ പ്രാർത്ഥിച്ചത്. രക്ഷിച്ചെന്നെ നരകത്തി നേകുക വാസം തിരുഹിതമാം സ്ഥാനെ. നിനക്കിഷ്ടമായ സ്ഥലത്ത് കർത്താവേ എന്നെ ഇരുത്തണമേ എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ പാവബോധം ലഭിച്ച പിതാക്കന്മാർ കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ അവർ കഴുകപ്പെട്ടു എന്ന് ഉറപ്പ് വന്നപ്പോൾ അവർ നന്ദിയോടെ സ്തുതിക്കുകയാണ്. പിന്നെ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്താണ്? കർത്താവേ, എൻ്റെ ഈ സകല പാപങ്ങളും എൻ്റെ കണ്ണുനീര് കണ്ട് നീ മോചിച്ചു തന്നല്ലോ. നീ എത്ര മനസ്സല്യുള്ളവനാണ്, നീ എത്ര കരുണയുള്ളവനാണ്. കർത്താവേ, നിൻ്റെ കരുണാസമുദ്രത്തിൻ്റെ വലിപ്പത്തിങ്കൽ ഞങ്ങളുടെ പാപങ്ങൾ അസംഖ്യമെങ്കിലും കർത്താവേ, അത് ചെളിയുടെ ഒരു തുള്ളി പോലെ മാത്രമേ ഇരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ അസംഖ്യമാണ്. പക്ഷേ ആ നിന്റെ മഹാകരുണാസമുദ്രത്തിൻ്റെ വലിപ്പത്തിങ്കൽ ഞങ്ങളുടെ മഹാപാപങ്ങളെല്ലാം കൂടിയാലും ചെളിയുടെ ഒരു തുള്ളി പോലെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത്ര വലിയതാണ്, ആഴമേറിയതാണ്, വിശാലമാണ് നിൻ്റെ കരുണ എന്ന് പറയുന്നത്. ദൈവമേ, ആ കരുണയാണ് എൻ്റെ ആശ്രയം, ആ സ്നേഹമാണ് എൻ്റെ ആശ്രയം, ആ മനസ്സലിവാണ് എൻ്റെ ആശ്രയം. എൻ്റെ ദൈവമേ, നന്ദിയോടെ സ്തോത്രം. നിൻ്റെ കയ്യിലെ കിന്നരമായി, നിൻ്റെ കയ്യിലെ മനോഹരമായ വീണയായി, ദൈവമേ, മനോഹരമായ ഗീതികൾ, സ്വർഗീയ ഗീതികൾ പുറപ്പെടുവിക്കുന്നതായ നല്ല മനോഹരമായ ഒരു വീണയായി, ഒരു കിന്നരമായി, നിൻ്റെ കയ്യിലെ കിന്നരമായി എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ. കർത്താവേ, നീ ഒന്ന് മീട്ടിയാൽ ഇതിൽ നിന്ന് മധുര സംഗീതം ഉതിർന്നു വരും. ഈ മധുര സംഗീതം അനേകർക്ക് കോൾമേർക്കൊള്ളും, അനേകർക്ക് ജീവൻ കിട്ടും, അനേകർക്ക് ചൈതന്യം കിട്ടും. കർത്താവേ, എന്നെ നിൻ്റെ കരങ്ങളിൽ എടുത്ത് ഒരു കിന്നരമായി ഉപയോഗിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രിയരെ. ഇതൊക്കെയാണ് ദൈവത്തിന് ഇഷ്ടമുള്ള പ്രാർത്ഥന. എന്നെ നിൻ്റെ കയ്യിലെ കിന്നരമാക്കി മാറ്റണമേ. കർത്താവേ, നിനക്ക് എന്തെങ്കിലും പറയുവാനുള്ളവരോ അടുത്തേക്ക് നിൻ്റെ കിന്നരമായി മധുര സ്വരങ്ങൾ ഉതിർക്കുന്നതായ, മറ്റുള്ളവർക്ക് അനുഭവവേദ്യമായ മധുര സംഗീതമായി ദൈവമേ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എന്നെ അയക്കണമേ. അത് പാട്ട് പാടാനല്ല, മധുര സംഗീതം എന്ന് പറഞ്ഞാൽ അതല്ല. ആത്മാവിൻ്റെ സംഗീതം, ആത്മാവിൻ്റെ മധുരം സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും. ഹല്ലേലൂയ. ആത്മീയ ഗീതങ്ങളാൽ തമ്മിൽ പഠിപ്പിക്കണം. എന്താണ്? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാൽ തമ്മിൽ സംസാരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് ദൈവസ്നേഹം നമ്മിൽ നിറഞ്ഞു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹത്തിൻ്റെ ആ ആഴത്തിൽ, ആ വലിയ കടലിൽ, ആ വലിയ സമുദ്രത്തിൽ നാം മുങ്ങിക്കിടക്കണം. ദൈവസ്നേഹത്തിൻ്റെ ആ ആഴത്തിൽ മുങ്ങിക്കിടന്നാൽ പിന്നെ നമ്മുടെ പാപങ്ങളൊന്നും പുറമേ കാണുകയില്ല, കർത്താവ് നോക്കുകയില്ല. പ്രിയരെ, ആ സ്നേഹത്തിൻ്റെ കരുണാസമുദ്രത്തിൽ നാം മുങ്ങിക്കിടന്നാൽ, ആ സ്നേഹ സാമ്രാജ്യത്തിൽ നാം മയങ്ങിക്കിടന്നാൽ നമ്മുടെ പാപങ്ങളൊന്നും പിന്നെ വെളിയിൽ വരികയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം അത് കണക്കിടുകയില്ല. എന്താണ് വേണ്ടത്? എന്താണ് മനസ്സിലായത്? യേശുവിനോടൊരു സ്നേഹം, എനിക്ക് വേണ്ടി ക്രൂസിൽ പിടഞ്ഞു മരിച്ച, തൻ്റെ ജീവൻ എനിക്ക് വേണ്ടി വെച്ച് തന്ന എൻ്റെ യേശുവിനോടുള്ള സ്നേഹം. എന്നെ ഈ ലോകത്തിലേക്ക് കർത്താവേ നീ അയച്ചത് എൻ്റെ അനുവാദം കൊണ്ടല്ല, എൻ്റെ ആഗ്രഹപ്രകാരവുമല്ല, ഞാൻ അറിഞ്ഞുമല്ല. എന്നെ ഈ ലോകത്തിലേക്ക് നീ അയച്ചു. ഒരു കാലത്തികമെങ്കിൽ നിനക്ക് പ്രസാദമായ സമയത്ത് ഈ ലോകത്തിലേക്ക് നീ എന്നെ അയച്ചു. അതുകൊണ്ട് തന്നെ എന്നെക്കുറിച്ച് നിനക്ക് വളരെ വ്യക്തമായ സ്വർഗീയ കാര്യപരിപാടിയുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, എന്നെക്കുറിച്ച് നിനക്ക് സ്വർഗീയമായ വലിയൊരു കാര്യപരിപാടിയുണ്ട്. ഒരു ബ്ലൂ പ്രിൻ്റ് എനിക്ക് വേണ്ടി നീ തയ്യാറാക്കി വച്ചിട്ടുണ്ട്. കർത്താവേ, ആ നിൻ്റെ പദ്ധതി പ്രകാരം തന്നെ എൻ്റെ കരങ്ങളിൽ പിടിച്ച് നടത്തണമേ. അതായിരിക്കണം പ്രാർത്ഥന. എന്നെ സ്വന്തം വഴിക്ക് വിടല്ലേ കർത്താവേ, നിൻ്റെ ഇഷ്ടം പോലെ എന്നെ നടത്തണമേ. കർത്താവേ, നീ എനിക്ക് വേണ്ടി എന്താണ് സ്വർഗത്തിൽ കരുതി വച്ചിരിക്കുന്നത്, സ്വർഗീയ കാര്യപരിപാടി എന്താണ്, അതനുസരിച്ച് തന്നെ ദൈവമേ എന്നെ നീ നടത്തണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നാം ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് നാം ആ സ്നേഹസമുദ്രത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ പാപങ്ങളൊന്നും എൻ്റെ ദൈവം കണക്കിടുകയില്ല. ആ സ്നേഹം മുഴുവൻ നമുക്ക് അനുഭവിക്കാൻ പറ്റും, സ്നേഹത്താൽ നിറയാൻ പറ്റും. മനസ്താപമുള്ള ഒരു ഹൃദയം. യെശയ്യാ 57:15 വാക്യം. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന് നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരുടെ കൂടെയും വസിക്കുന്നു. മനസ്താപം എന്താണ്? മനസ്താപം, ദുഃഖം, ദുഃഖം. മനസ്താപം എന്തുകൊണ്ട് വന്നു? മനസ്സിൽ ദുഃഖം വന്നു. എന്തുകൊണ്ട്? എന്നിൽ പാപമുണ്ടല്ലോ.
ദൈവമേ, ഞാൻ ഇന്ന് കടന്നുപോയാൽ ഞാൻ നിത്യ നരകത്തിലേക്ക് ചാകാത്ത പുഴുവും കെടാത്ത തീവുമുള്ള അഗ്നിനരകത്തിന് ഞാൻ അവിടുത്തെ അവകാശിയായി മാറുമല്ലോ. എൻ്റെ കർത്താവേ, അതുകൊണ്ട് എനിക്ക് വലിയ ഭാരം, ദൈവമേ, ദുഃഖം, മനസ്താവും, മനോവിനയം, അതുകൊണ്ട് വിനയപ്പെടുകയാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഞാൻ എന്നെ തന്നെ എളിമപ്പെടുത്തുകയാണ്. കർത്താവേ, മഹാഭാവേ, എന്നോട് കരുണ തോന്നണമേ. ആ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ, മഹാഭാവേ, എന്നോട് കരുണ തോന്നണമേ. ദൈവത്തിന് സ്തോത്രം. പാവിനിയായ സ്ത്രീ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് കണ്ണുനീരോടെ ആ പൊന്നുപാദം കഴുകിക്കൊണ്ട് ആ തലമുടി കൊണ്ട് തോർത്തി പരിമളതൈലം പൂശി അവൻ്റെ കാൽപാദം ചുംബിച്ചതുപോലെ കർത്താവേ, മനസ്താപവും മനോവിനയും എനിക്ക് തരണമേ. ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് എന്നെ നടത്തണമേ. നിൻ്റെ ക്രൂസിലെ അധ്വാനം വൃഥാവാകാതെ കർത്താവേ, നീ എനിക്ക് വേണ്ടി കാത്തു വച്ചിരിക്കുന്ന ആ സ്വർഗീയോദ്യാനത്തിന് എന്നെ യോഗ്യനാക്കണമേ. മനസ്താപവും മനോവിനയവും ഉള്ളവരോടുകൂടെയും അവൻ വസിക്കുന്നുവെന്നാണ് പറയുന്നത്. 34-ാം സങ്കീർത്തനം 18-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 34-ാം സങ്കീർത്തനം അതിൻ്റെ 18-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർ, ഹൃദയം നുറുക്കം. ദൈവത്തിന് സ്തോത്രം. ഹൃദയം നുറുങ്ങി ദൈവമേ, ഞാൻ താണിരിക്കുകയാണ്. കർത്താവേ, ഞാൻ വിനയപ്പെടുന്നു. നിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞാനിതാ വിനയപ്പെടുന്നു. നിൻ്റെ ക്രൂസിലെ ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ വിനയപ്പെടുന്നു. കർത്താവേ, എന്നോട് മനസ്സലിയണമേ. കർത്താവേ, എൻ്റെ മേൽ നിൻ്റെ ആ തിരുരക്തം ഒരു തുള്ളി പതിക്കണമേ. ഞാൻ പ്രാർത്ഥിക്കും പ്രിയപ്പെട്ടവരെ. യെശയ്യാ 66-ന്റെ 1-2 വാക്യങ്ങൾ. യെശയ്യാ പ്രവചനം 66-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. സ്വർഗ്ഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം? എന്റെ വിശ്രാമ സ്ഥലവുമേത്? ഞാൻ എവിടെയാണ് ഞാൻ വസിക്കാൻ പോകുന്നത്? നിങ്ങൾ പണിയുന്ന ആലയത്തിലാണോ? എന്റെ വിശ്രാമ സ്ഥലവും എവിടെ? എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി. ഇതെല്ലാം ഞാനല്ലയോ ഉണ്ടാക്കി? എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി. അങ്ങനെയാകുന്നു ഇതൊക്കെയും ഇളവായതെന്ന് യഹോവ അരുളി ചെയ്യുന്നു. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. അരിഷ്ടനും, പാപത്തെ ഓർത്തുള്ള അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കടാക്ഷം അവർ സ്നേഹത്തോടും ആർദ്രതയോടും കൂടി നോക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആരെയാണ് നോക്കുന്നത്? എൻ്റെ കർത്താവ്. ആ സ്നേഹാർദ്രമായ നോട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഹൃദയം പൊട്ടി ദൈവസന്നിധിയിൽ നിന്ന് പാപത്തെ ഓർത്ത് കരയാറുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് കാണാം ആ പൊന്നുമുഖം നിങ്ങളുടെ നേരെ ആർദ്രതയോടെ നോക്കുന്നത്. എന്ത് മനോഹരമാണ് പ്രിയപ്പെട്ടവരെ! എന്ത് ആത്മാവിൻ്റെ അനുഭവമാണത്! ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവമേ, അങ്ങനെ അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. എൻ്റെ ദൈവം കടാക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ദാവീദ് 51-ാം സങ്കീർത്തനം ആ പാപമെല്ലാം ചെയ്തു കഴിഞ്ഞ് നാഥാൻ പ്രവാചകൻ ദാവീദിനോട് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ നീ തന്നെയെന്ന് പാപത്തെ ചൂണ്ടിക്കാണിച്ച് അയവില്ലാതെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദ് അങ്ങ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മസുമോറയാണ് 51-ാം മസുമോറ. ദൈവത്തിന് സ്തോത്രം. 51-ാം സങ്കീർത്തനം. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കരുണയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ പാവങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു. മതി, എന്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. കർത്താവേ, ഇന്നിപ്പോൾ ദൈവമേ, ഈ പാപമെല്ലാം ഞാൻ ആ ക്രൂശിൻ ചുവട്ടിലേക്ക് കൊണ്ടുവരികയാണ്. നീ ഇപ്പോൾ എന്നോട് വാദിക്കുന്നതായ സമയം, സ്വർഗീയ സ്നേഹം എന്നോട് വാദിക്കുന്നതായ സമയം. കാൽവറിയിൽ നിന്റെ ചങ്കിലെ ചോര ഊറ്റി കർത്താവേ, എനിക്ക് വേണ്ടി യാഗമായി ആ തിരുരക്തത്താൽ എന്നെ വീണ്ടെടുത്ത പ്രാണപ്രിയനായ യേശുവേ, ഞാൻ ആ തിരുരക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട നിന്റെ ദൈവവൈതലല്ലേ കർത്താവേ, നിന്റെ മകനല്ലയോ ഞാൻ? ദൈവമേ, ഞാൻ നിന്റെ സ്വന്തമല്ലേ? ഇപ്പോൾ മനസ്സറിഞ്ഞ് യേശുവേ, നിന്റെ ആണിപ്പാടുള്ള കരം ഒന്ന് നീട്ടി എൻ്റെ കർത്താവേ, നീ വചനത്തിൽ കൂടെ വാദിക്കുന്ന സമയത്ത് ആണിപ്പാടുള്ള കരം ദൈവമേ ഇപ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും ശിരസിലൊന്ന് വെക്കണമേ. ഈ വചനം കേൾക്കുന്ന മക്കളുടെ എപ്പോഴേയും
ശിരസിൽ കർത്താവെ തകർന്നു നുറുങ്ങിയുള്ള ഹൃദയത്തിനായി ദാഹിക്കുന്ന പാവബോധത്താൽ പന്നുപാദം ചുംബിച്ചുകൊണ്ട് തിരുമുഖത്തേക്ക് നോക്കുന്നതായ പാവബോധത്തോടെ അരിഷ്ടതയോടെ നോക്കുന്നവരായ മക്കളുടെ മേൽ മനസ്സറിഞ്ഞ് കർത്താവെ സ്വർഗത്തിലെ സ്നേഹം പകരണമേ. നീ ആർദ്രതയോടെ നോക്കണമേ, കരുണയോടെ നോക്കണമേ. തിരുരക്തം പുരണ്ട കരം ഞങ്ങളുടെ ശിരസിൽ വെച്ചൊന്ന് അനുഗ്രഹിക്കണമേ. ആ തിരുരക്തം ഞങ്ങളുടെ സിരകളിൽ കൂടി ഒഴുകണമേ കർത്താവെ. തിരുരക്തം ഞങ്ങളെ മുഴുവനായി കഴുകണമേ. ഞങ്ങളുടെ ഓരോ കോശങ്ങളിൽ കൂടെ തിരുരക്തം വ്യാപരിക്കണമേ. ഞങ്ങളെ വിശുദ്ധരാക്കി തീർക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ബന്ധനങ്ങൾ അഴിക്കണമേ. ശാപദോഷങ്ങൾ നീക്കണമേ. രോഗങ്ങൾക്ക് സൗഖ്യം തരണമേ കർത്താവേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റണമേ. ഞങ്ങളുടെ ആകുലങ്ങൾ മാറ്റണമേ. കുടുംബസമാധാനം നൽകണമേ. എല്ലാവരെയും എൻ്റെ കർത്താവ് ആണിപ്പാടെ കരമച്ച് അനുഗ്രഹിക്കണമേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന പ്രാണപ്രിയനായ യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു പിതാവേ. കൃപയോടെ കേട്ട് ഉത്തരമുള്ളുമാറാകണമേ. ആമീൻ.